രാജ്യത്തെ മുസ്ലിങ്ങൾ വലിയ പ്രതിസന്ധി നേരിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ കാന്തപുരം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം അദ്ദേഹം പറയുന്നത് രാജ്യത്തെ മുസ്ലിംസിനിടയിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്ന തരത്തിലുള്ള പ്രതികരണം അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അദ്ദേഹത്തിന് സ്വന്തം അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യയിൽ എല്ലായിടത്തും ന്യൂനപക്ഷങ്ങൾ, മുസ്ലിങ്ങൾ മാത്രമല്ല ക്രൈസ്തവരുൾപ്പെടെ വലിയ ഇൻസെക്യൂരിറ്റിയാണ്, അരക്ഷിതത്വമാണ്. രാജ്യം മുഴുവൻ വലിയ അരക്ഷിതത്വമാണ് നേരിടുന്നത്. എത്ര ക്രൈസ്തവ വൈദികരാണ് ജയിലിലുള്ളത്? എത്ര പേരാണ്, എത്ര പ്രാർത്ഥനാ കൂട്ടായ്മകളാണ് ആക്രമിക്കപ്പെടുന്നത്? പള്ളികൾ എത്രയാണ് തകർത്തത്? കന്യാസ്ത്രീമാരെ വരെ ആക്രമിക്കുകയാണ്. എത്ര പേരാ ജയിലുള്ളത്? അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ? അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അല്ലല്ലോ, ഞങ്ങളുടെ അഭിപ്രായം അതല്ലല്ലോ. ഞങ്ങൾ ദേശീയ തലത്തിൽ ഒരു സംഘപരിവാറിൻ്റെ രീതിയും ഗവൺമെൻറ്റിൻ്റെ രീതിയും ന്യൂനപക്ഷങ്ങൾക്ക് ദോഷകരമായ നിലപാടാണ് എടുക്കുന്നത്. ഇഷ്ടംപോലെ സംഭവങ്ങൾ രാജ്യത്തുണ്ടല്ലോ. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമല്ലേ. ഇനി ഞാൻ കാന്തപുരത്തിനെതിരെ ഞാൻ VD സതീശൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ടൈറ്റിൽ കൊടുക്കാൻ വേണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ അഭിപ്രായം ഉണ്ടാകും. അവർ ആ അഭിപ്രായം പ്രകടിപ്പിക്കട്ടെ. അതെന്താ, അവർക്ക് അവകാശമില്ല അവരുടെ അഭിപ്രായം പറയാൻ വേണ്ടി? പ്രധാനമന്ത്രിയെ പോയി കണ്ടുവന്ന് പുറത്തു വന്നിട്ട് പ്രധാനമന്ത്രി ദുഷ്ടനാണ്, കൊള്ളക്കാരനാണ്, മുസ്ലിങ്ങളെ കൊന്നൊടുക്കാൻ നിൽക്കുന്ന ആളാണെന്ന് പുറത്തു പറയാൻ പറ്റുമോ? പുറത്തു വന്നിട്ട് കണ്ടിട്ട് പുറത്തു വരുമ്പോൾ അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞു കാണും. അതിന് നമ്മുടെ അഭിപ്രായം അതുകൊണ്ട് മാറുമോ? ഇവിടെ LDFന്റെ ജാഥ ജില്ലയിൽ പര്യടനം നടത്തുകയാണ്. അപ്പോൾ അതിൽ 2 ദിവസം ആവർത്തിച്ച് ജാഥക്കാരനായ MP ഗോവിന്ദൻ മാഷ് താങ്കളുടെ ജാഥയ്ക്കെതിരെ ഗുരുതരമായ ഒരു ആക്ഷേപം ഉന്നയിച്ചു. അത് താങ്കളുടെ ജാഥ നുണജാഥയാണ് എന്ന് പറയാം, 2 ദിവസം റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ നുണ കേൾക്കാൻ ആളുകൾക്ക് ഭയങ്കര താല്പര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജാഥയിൽ പങ്കെടുത്തതിൻ്റെ 10 ഇരട്ടി ആളുകൾ ഞങ്ങളുടെ ജാഥയിലുണ്ടായിരുന്നു, UDFൻ്റെ ജാഥയിൽ. അദ്ദേഹത്തിൻ്റെ ജാഥ കടന്നുപോയപ്പോൾ അദ്ദേഹം സത്യം മാത്രം പറയുന്നുണ്ട്. സത്യം കേൾക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് കസേരകൾ മാത്രമേ ഉണ്ടായുള്ളൂ പലയിടത്തും. മനസ്സിലായില്ലേ? പിന്നെ പറയണ മനസ്സിലാകാണ്ടാണെന്നും കൂടി എനിക്കൊരു സംശയമുണ്ട്.